என்னாச்சு? என்ன துரத்துறீங்க பாட்டி? என்ன விடு பாட்டி. ஐயோ என்ன பாட்டி என்னாச்சு? நோக்கையா இவங்க செய்யற வேலை. எவனா பொம்பளை கிட்ட வீரத்தை காமிக்கணும். அது இருக்கட்டும். എന്തിനാ പാട്ടി അവരിങ്ങ് വന്നത്? அந்த கருடப்ப செட்டியார் கம்பெனின்னு கொஞ்சம் காசு வாங்கிட்டயா. ഗരുഡപ്പ ചെട്ടിയാർ കയ്യിൽ അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടാമാ പാട്ടി? കൊടുത്തില്ല, കുറച്ച് അവധി ചോദിച്ചു. അതിരിക്കട്ടും. പാട്ടിക്ക് എന്നാ പുരിഞ്ചതാ? இல்லையா, கடவுள் மாதிரி. எல்லோரும் அப்படித்தான் சொல்றது, நான் கடவுள் மாதிரின்னு. ஆனா நான் கடவுள் அல்ல பாட்டி, நான் தான் கருடப்ப செட்டியார். சிலர் என்ன கருடான்னு கூப்பிடுவா, அவ்வளவுதான். ஆமா, எங்க அந்த பூரிக்குட்டி செல்வம்? அவனோட இல்லையா? இல்லன்னு தெரியும், அவன் எங்க போச்சு? அது போட்டு என் பணத்தை தந்துடு பாட்டி. ஒரு அவதி கூட தாங்கய்யா. அவதியா இதுக்கு? കാശ് ചോദിക്കാൻ വന്നവരെ ജാം ജാന്ന് വിരട്ടി ഓടിക്കുക, അപ്പടിത്തന്നെ. ஆனா நம்ம பாட்டிக்கிட்ட காசு இல்லை, குழப்பமில்ல. எனக்கு செத்தி, செந்தாமரை, முல்லை, ரோஸு இதெல்லாமே பிடிக்கும். அதுக்கு அந்த பூ எடுத்து இந்த கை மேல இப்படி இப்படி ஒதுக்கி ஒதுக்கி നോക്കി നിൽക്കാതെ അവളെ പിടിച്ച് വണ്ടി കയറ്റണം. തൊട്ടു പോരുത്, കൊന്നുകളയും ഞാൻ. ചാകാൻ എനിക്ക് ഭയമില്ല, അതുപോലെ ഒരാളെ കൊല്ലാനും. ഉസിറാന പയ്യൻ നീ തന്നെ സെൽവ. സെൽവൻ എന്ന് சொன்னா எங்க ഭാഷയില് നിധി എന്ന് പറയും. அது கொத்தி கொத்தி எடுക്കുന്നதாரு? பறவை. அந்த பறவைகளுக்கு தலைவனாரு? கருடன். அதுதான் நான் கருடப்ப செட்டியார். டேய், இந்த பொண்ணுல வண்டி கேட்டடா. ஐயா வேண்டாம். ஏய் செட்டியாரே, வேண்டாம். என்னடா முழிச்சுக்கற? அடிங்கடா. നീ പറഞ്ഞില്ലേ ഗരുഡനാണെന്ന്? മേലിൽ ഇവിടെ കണ്ട നിനക്ക് പിന്നെ പറക്കാൻ ചിറകുണ്ടാവില്ല. പോടാ. വാ. യാമിനി ടീച്ചറല്ലേ? കുട്ടി, ഞാൻ അഞ്ജലി വിശ്വനാഥ്. ഓ അഞ്ജലി, എത്രയോ വർഷമായി ടീച്ചറെ ഒന്ന് കണ്ടിട്ട്. ടീച്ചർ, ഇത് ശ്രീപ്രിയ. ഹായ്. മോളെന്താ ഇവിടെ? ഒരു പ്രൊജക്ട് വർക്കിന് വേണ്ടി വന്നതാ. ഞാൻ വിചാരിച്ചു ടീച്ചർ എന്നെ മറന്നു കാണുമെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുമോ കുട്ടിയെ? ഇപ്പോ പ്രോഗ്രാമുകളൊക്കെ അതൊക്കെ അന്നേ മറന്നു കുട്ടി. ടീച്ചർ ഇവിടെ? ഞാനിവിടെ ക്ഷേത്ര ദർശനത്തിന് വന്നതാ. അതിരിക്കട്ടെ, നിങ്ങളെവിടെ താമസം? ഇവിടെ തന്നെ, റൂം നമ്പർ 28. ടീച്ചറോ? റൂം നമ്പർ 36. ഓ ഫൈൻ. ഞങ്ങള് കുറച്ചു ദിവസം കൂടെ കാണും. ഞങ്ങളും. എന്നാ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ശരി.
என்ன சார் என்னாச்சு எங்கே அந்த செல்வன்? என்னம்மா பயப்படாத, இது நம்ம போலீஸ். போலீஸா? ஆ. என்னாச்சு பாட்டி, நான் துணி மாறும்போது இந்த ஆள் ஒளிஞ்சிருந்து பாத்துட்டாரு. ஆரு இவன்தான். செல்வன் அரெஸ்ட் பண்ண வந்த எங்கே செல்வன்? என்ன சார் செல்வ, இந்த பொண்ணு ரூமில் தான் இருக்குதே. ஐயே பா பா பா. என்ன முடிச்சிட்டு இருக்க? போ போ. புடவுமாய் வந்திருக்கேன். பங்கிலி, உன் பேர் என்ன? சிப்போயா. இப்படி ஒரு பேரா? அவன் இங்கத்தான் இருக்கேன், பிடிக்கிறேன். சிப்போயா. எப்ப குழந்தை? என்ன சார்? இங்க வா. என்ன சார்? எங்கே அந்த செல்வன்? தோ என் மடிசில பொதிஞ்சு வச்சிருக்கேன். எங்கே பார்க்கட்டும். ஹாச்சி போயா. அவனை பாக்குறதா என் வேலை. ஐயா மூஞ்சிய பாரு. சரியா, அது என் வேலை அல்லவா? அவன் எங்க போச்சு? என்ன சார்? நீங்க இங்க நில்லு, நான் போய் கேட்ச் பண்ணி பிடிச்சிட்டு வரலாம். ஆமா சார். ஐயோ! டேய், ஒளிஞ்சு வந்து பாக்குறியா? ஒண்ணே என்னடா நில்லு. ஏய், நில்லுங்க. போயாச்சா? ஐயே நாண கெட்டவ. என்ன என்ன ஒரே ஒரு கூட்டம்? அரு அரு, நான் போயிட்டு வரலாம். എന്റെ മുരുക ഈ ചെറുത്താനാ? ചെകുത്താനാ? അതാ കുള്ളം കുപ്പുസ്വാമിയല്ലേ? രണ്ടും എനിക്ക് ഒരുപോലെടാ. അയാൾ അവിടെ മൂത്രമൊഴിക്കാൻ നിർത്തിയതാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മൂത്രമൊഴിക്കണ കണ്ടില്ലേ? അപ്പൊ കറക്റ്റ് ആണ്. ഇതെന്താ കണ്ടിട്ടില്ലേ? കാശ് കണ്ടാ വാങ്ങിച്ചെടുക്കും. എന്താ കാണിക്കണ്ട, കൈത്തെറുപ്പിൽ വെക്ക്. കൈത്തറിപ്പില്ലെന്ന്. എന്നാ ഈ കൈത്തെറുപ്പിൽ വെക്ക്. എന്നാ പിന്നെ അയാളുടെ അടുത്തുകൊണ്ടേ കൊടുത്താ പോരെ? ആ, ഇതാ മാരിമുത്തുവിന്റെ ചിട്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന 2500 രൂപ. ഇത് കണ്ട അയാൾ മേടിച്ചെടുക്കും. ആ. എനിക്കൊരു ഐഡിയ. അയാള് വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി വിളിക്കാം. ഇങ്ങടാ. ഓക്കേ. ഇന്ന് അയാൾ കോടതിയിൽ വന്ന് ആകെ ചമ്മിപ്പോയി. ഞാൻ അറിഞ്ഞു. ഇനി മിണ്ടായിരിക്കും, പോട്ടെ. സ്റ്റോപ്പ് പണിയത് വീട് വந்தாச்சு சார். വേഗം எங்க இருக்கு சார்? ഇന്നത്തെ കളക്ഷനും സാലറി ഇതുക്കുള്ളേ ആക്കും. കിടക്കാച്ചു. ഓ, ഇയാളുടെ വീടായിരുന്നു. രക്ഷപ്പെട്ടു. അല്ലണ്ണ, അണ്ണൻ ഇയാൾക്കൊരു പണി കൊടുക്കുന്ന കാര്യം പറയാറില്ലേ? അതിപ്പോ കൊടുത്താലോ? എന്ത് പണി? അതായത് അയാളുടെ ബാഗിൽ പൈസയാണ്, അത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുക്കാനാ? എങ്ങനെ? ദാ ഇതുകൊണ്ട് അണ്ണന്റെ 1-2 രൂപയല്ലേ ഇയാൾ അടിച്ചു മാറ്റിയേക്കണത്? അത് ഒന്നിച്ചിന്ന് അടിച്ചു മാറ്റണം. അത് ശരിയാവില്ല. ശരിയാകും, അതേ ശരിയാകൂ. വാ, ഞാൻ പറയണ പോലെ അണ്ണൻ ചെയ്താ മതി. ആ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ആളെ വിളിച്ച് പുറത്തിറങ്ങി അടി തുടങ്ങിയാൽ ഉടനെ അകത്ത് കയറി ബാഗ് എടുത്തോളാം. അടിക്കാനോ? എസ് ഐ? ആ അടിയല്ല, ഇത് അടിക്കണ കാര്യമാണ് പറഞ്ഞത്. വാ. ആ പിന്നെ അതിന്റെ പോയാ കൊല്ലു ഞാൻ. നീയോ? ഞാനാ സാറേ. കേറിക്കോ കേറിക്കോ. അല്ല, കേറ്റിക്കോന്ന് പറഞ്ഞതാ. അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. പൊട്ടിക്കല്ലേ? പൊട്ടിക്കാതെ കഴിക്കാൻ പറ്റില്ല.
ഇതെന്നെ വെൽഡ് ചെയ്ത് വെച്ചിരിക്ക. നാണോ ഈ സമയത്താ? നാണമല്ല, തൂക്കം വന്നത് കൊണ്ട് തോന്നിയതാക്കും. ഓ ഭാര്യ. ഭാര്യ അകത്തുണ്ട്, എന്തെങ്കിലും വേണമോ? ഓക്കെ, അത് ഞാൻ ഏറ്റു. ഞാൻ നേറ്റെന്നോ? അല്ല, ഞാൻ ഈ ഗ്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞതാ. നീ എടുക്കുന്ന ഗ്ലാസ് ഞാൻ സാറ് ഇവിടെ ഇരിക്ക്. ഗ്ലാസ് നമുക്ക് പിന്നെ എടുക്കാം, കുറച്ച് കഴിയട്ടെ. പൊട്ടിക്കല്ലേ. ചെന്താമരേ, താമരേ, എന്താ ഏട്ടാ? രണ്ട് ഗ്ലാസ് എടുത്ത. ഇത് കുതിര വണ്ടിക്കാരൻ താമര. ഓ, നമസ്കാരം. പോയി കള്ള് ചെന്ന് കൂട്ടിന് കണ്ണി കണ്ട കുതിരവണ്ടിക്കാരനും കാളവണ്ടിക്കാരനും ഒക്കെയായി കമ്പനി. ഓ, ഈ മനുഷ്യനെ കൊണ്ട് ശീഘ്രം വാ. ഓ, കൊണ്ടുവരാം. ശേ, പാതിരാത്രി അല്ല, മനുഷ്യനൊരു സമാധാനം തരത്തില്ല. നാശം. എന്ത് ചെയ്യാനാണ്? ശ്ശോ. ചെന്താമരേ, എന്തോ? നീ കൊഞ്ചം തണ്ണി കൂടെ എടുത്തുക്കോ. കൊണ്ടുവരാം. പുട്ടോ, നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. വേണ്ടെന്ന് പറയരുത്. എനിക്ക് ഉറക്കം ഒരു വന്നിട്ട് കുറ്റി വയ്യ. പുട്ടിങ്ങെടുത്തോ. ഓ, കൊണ്ടുവരാം. എനിക്ക് വയ്യ. എന്ത് നിനക്ക് ഒരു കുറ്റി പുട്ട് തരും. പുട്ട് വേണം പോലും, പുട്ട്. ചെന്താമരേ, ശ്ശോ. അയ്യോ, ആ. ശ്ശോ, ഉള്ളതും പോയി. ചേട്ടാ, പുട്ട് തന്നെ വേണോ ചേട്ടാ? എനിക്കല്ല യവനാ. ആഹാ, എങ്കി ഇപ്പൊ തരാം. ഇവനൊക്കെ ഇത് തന്നെ ധാരാളം. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കം വന്നുണ്ട്. എങ്കി വീട്ടിൽ പോയിക്കൂടെ? എനിക്കങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുമോ? അതെന്താ? അതൊരു ഗുട്ടൻസാ. ബട്ടൻസാ? ബട്ടൻസ് അല്ല അണ്ണാ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പരീക്ഷിക്കും. എന്നാ പരീക്ഷിക്കടോ. അല്ല, ഈ ഓ, ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ശ്രദ്ധയില്ല. എന്തായി? ആരാ? നമസ്കാരം. ശരി. നീ ഏതൊക്കെ ഇങ്ങ വേണ്ടത്? ചുമ്മാ നീ എങ്ങനെ ഇവിടെ വന്നു? എന്തിനാ ഇവിടെ വന്നു? ചുമ്മാ സാറിനെ കാണാൻ. അല്ല, കുറച്ചു ദിവസമായിട്ട് മുങ്ങി നടക്കാണല്ലേ? ഏയ്, അത് പറയരുത്. മുങ്ങി നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെന്നുണ്ടെങ്കിൽ സാറിനെ കാണാൻ ഇപ്പൊ ഇവിടെ വരുമായിരുന്ന. വെറുതെ കാണാനാ? വെറുതെ അല്ല, കാശും കൊണ്ടാ. കാശം കൊടുത്ത് കാശ് മറ്റേ കൊണ്ടുപോയില്ലേ? അതല്ലെന്ന്, ആ മരുവത്തിന്റെ ചിട്ടി വിളിച്ച കാശ് സാറിന് കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് മുതലാളി മറന്നുപോയാ, മടിയിൽ വെച്ചില്ലേ? ആ കാശ് അങ്ങോട്ട് സാറിന് അങ്ങോട്ട് വേഗം പോകാൻ നോക്ക്. ഇപ്പൊ എങ്ങനെ? എന്ത് കയ്യിലിരിക്കണ കാശ് മേടിച്ചിട്ട് ചെവിട്ടി കയറിയിരുന്ന് കുമ്പുസാരിക്കുന്നോടാ പട്ടി. മറ്റേ കാശ് കിട്ടിയില്ലേ? കിട്ടി. എവിടെ? ഇതൊരു പാഠമായിരിക്കട്ടെ. ടീച്ചർ, നാളെ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? പഴമുതിർച്ചോലയിലേക്ക്. ഞാനില്ല കുട്ടികളെ, നിങ്ങൾ പോയിക്കോളൂ. മുരുക താരാസുര സംഘട്ടനം കേട്ടപ്പോ മുതല് ആ സ്ഥലത്തുനിന്ന് പോണമെന്നൊരു ആഗ്രഹം. സ്വന്തം അമ്മ അയച്ചു കൊടുത്ത വേദാസ്ത്രം കൊണ്ട് അസുരനെ കൊന്ന മുരുകന്റെ കഥ. മുരുകന്റെ അമ്മ ആരാന്നറിയോ നിനക്ക്? ബുദ്ധൂസ്, പാർവതി ദേവി, സാക്ഷാൽ പരമശിവന്റെ ഭാര്യ, ഗണപതിയുടെയും മുരുകന്റെയും അമ്മ. എന്താ ടീച്ചർ, ഒന്ന് പോയാലോ നമുക്ക്?
ടീച്ചർക്ക് എന്തോ മനസ്സിന് നല്ല പ്രയാസമുള്ളത് പോലെ. കഴിഞ്ഞതെല്ലാം മറക്കണം ടീച്ചർ. മോൾ എന്നോട് മറക്കാൻ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ. ടീച്ചർ, എനിക്ക് മനസ്സിലാവും ടീച്ചറുടെ ദുഃഖം. അതറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ മനസ്സിന്റെ പ്രയാസങ്ങൾ കൂടുതലേ ചെയ്യൂ. പഴയതുപോലെ നൃത്തത്തിലേക്ക്, ഒരു ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ചൂടെ ടീച്ചർക്ക്? ആ ക്ലാസ്സും കുട്ടികളും എല്ലാം കൂടെ ആവുമ്പോൾ മനസ്സിന് റിലീഫ് ആവില്ലേ? ഇല്ല കുട്ടി, ഒന്നിനും എന്റെ മനസ്സിന് ആശ്വാസം തരാൻ കഴിയില്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുന്നതുവരെ ഒന്നിനും. ജീവിച്ചിരിക്കുന്നോ അതോ? ടീച്ചറെ ഞാൻ വിഷമിപ്പിച്ചോ? ആശ്വസിപ്പിക്കാൻ തുടങ്ങിയ ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ വേട്ടയാടുന്ന ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും ഞാനിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കയറിയിറങ്ങി ഈശ്വരന്മാരോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്റെ മോനെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിച്ചു തരണേന്ന്. എവിടെ, എങ്ങനെയാണ്, ഉണ്ടോ, ഉറങ്ങിയോ? എനിക്കതറിയില്ല എന്റെ ഈശ്വരന്മാരെ. മോക്കറിയില്ലല്ലോ, ഒന്നും അറിയാതെയല്ലേ എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയത്? ഒന്നും അറിയാതെയോ? ഇല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാൻ എന്റെ ശിവന് കഴിയില്ല. ആടാനും പാടാനും കൊതിച്ച് അവസാനം എന്റെ മോൻ ഇരുമ്പഴിക്കുള്ളിലായപ്പോഴും ഈ അമ്മയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി? ഇപ്പോഴും എനിക്ക് എന്റെ കാതുകളിൽ കേൾക്കാം, ഇപ്പോഴും എനിക്ക് കാണാം. ചിലങ്ക കെട്ടിയാടുന്ന എന്റെ ശിവ.